നമസ്കാരം, എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. ഇ കൊമേഴ്സ് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇ കൊമേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനം ഇൻ്റർനെറ്റിലൂടെ നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഏതെങ്കിലും ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഇ കൊമേഴ്സ് എന്ന് പറയുവാൻ സാധിക്കും. നമ്മൾ ഇ കൊമേഴ്സിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ബിസിനസ്, രണ്ടാമതുള്ളത് കൺസ്യൂമർ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സേവനം നൽകുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം വിൽക്കുന്ന ആളുകൾ. കൺസ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സേവനം സ്വീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്ന ആളുകൾ. ഇ കൊമേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് എന്നും കൺസ്യൂമർ എന്നുമാണ് ആളുകളെ തരംതിരിക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് എന്നൊരു കാറ്റഗറി കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇ കൊമേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെ തരംതിരിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഇ കൊമേഴ്സിൻ്റെ ആദ്യത്തെ കാറ്റഗറിയാണ് ബിസിനസ് ടു കൺസ്യൂമർ. നമ്മളതിനെ ചുരുക്കത്തിൽ B2C എന്നൊക്കെ എഴുതും. അതായത് ഒരു ബിസിനസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സേവനമോ ഒരു കൺസ്യൂമറിന് നൽകുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ B2C എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒരു പേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നു. ഇ കൊമേഴ്സിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ബിസിനസ് ടു ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കത്തിൽ B2B എന്ന് പറയും. അവിടെ നമ്മൾ പറഞ്ഞ ബിസിനസ് ടു കൺസ്യൂമറുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ബിസിനസ് ഏതെങ്കിലും തരത്തിലുള്ളൊരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനമോ മറ്റൊരു ബിസിനസ് സംരംഭത്തിന് നൽകുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ മറ്റൊരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു, എന്നിട്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോക്കാരൻ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ട് നമ്മൾ ആളുകൾക്ക് ഫോട്ടോ എടുത്ത് അത് നൽകുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഒരു ബിസിനസ് സംരംഭകൻ അതിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും ഏതെങ്കിലും ഒരു വസ്തു വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങുന്നു. അതിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇ കൊമേഴ്സിൻ്റെ അടുത്ത കാറ്റഗറിയാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ C2C എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉപഭോക്താവ് ഒരു സാധനമോ ഒരു സർവീസോ മറ്റൊരു ഉപഭോക്താവിന് വിൽക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു. അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ OLXലൊക്കെ നമ്മുടെ പഴയ സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നു. അവിടെ നമ്മളൊരു ഉപഭോക്താവാണ്, നമ്മൾ നമ്മുടെ സാധനങ്ങൾ മറ്റൊരു ഉപഭോക്താവിന് വിൽക്കുകയാണ്. അവിടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉൾപ്പെടുന്നില്ല. അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളതിനെ C2C എന്ന് വിളിക്കുകയും ചെയ്യും. ഇ കൊമേഴ്സിൻ്റെ അടുത്ത കാറ്റഗറിയാണ് കൺസ്യൂമർ ടു ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ നമുക്ക് C2B എന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി നൽകുകയാണെങ്കിൽ നമ്മളതിനെ കൺസ്യൂമർ ടു ബിസിനസ് എന്ന ഒരു മോഡലിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഓണർ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അദ്ദേഹം ആ വെബ്സൈറ്റിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സുകാരൻ്റെ ഒരു പരസ്യം ഇടുന്നു. അങ്ങനെ പരസ്യം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ വെബ്സൈറ്റ് ഓണർക്ക് ആ ബിസിനസ്സുകാരൻ അതിനൊരു പ്രതിഫലം നൽകുന്നു. അങ്ങനെ ആ വെബ്സൈറ്റിലേക്ക് എത്തുന്ന മറ്റു വിസിറ്റേഴ്സ് ഈ ബിസിനസ്സുകാരൻ്റെ പരസ്യം കാണുകയും അദ്ദേഹത്തിന് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് ഓണറിനെ നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കും. അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കപ്പാസിറ്റി ഉള്ളയാൾ. അതിന് ഉദാഹരണമാണ് ഗൂഗിൾ ആഡ്സൻസ് ഒക്കെ, യൂട്യൂബിലൂടെ വരുമാനം നേടുന്നതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കൺസ്യൂമർ ടു ബിസിനസ് മോഡലും അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇ കൊമേഴ്സിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് ബിസിനസ് ടു ഗവൺമെൻറ് അല്ലെങ്കിൽ B2G എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള സർവീസോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ ഗവൺമെൻറ്റിലേക്ക് നൽകുവാൻ വേണ്ടിയുള്ള ഒരു മാധ്യമം. അതിനെയാണ് നമ്മൾ ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു ടെൻഡർ ക്ഷണിക്കുന്നു. ആ ടെൻഡർ ഒരു ബിസിനസ് സംരംഭകൻ ഓൺലൈനിലൂടെ സമർപ്പിക്കുന്നു. ഇ കൊമേഴ്സിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് കൺസ്യൂമർ ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് നൽകുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേയ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് നൽകുന്നു. അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമ്മൾ ഓൺലൈനിലൂടെ അടയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ കൺസ്യൂമർ ടു ഗവൺമെൻറ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ഇതിനെ ചുരുക്കത്തിൽ C2G എന്ന് പറയും.
ഇതുകൂടാതെ ഇ കൊമേഴ്സിനെ വീണ്ടും നമുക്ക് മറ്റ് പല കാറ്റഗറി ആയിട്ട് തരംതിരിക്കുവാൻ സാധിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറീസിനെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്.